ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ
ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ നല്ല സന്ദർഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, സമർപ്പണമുള്ള ഒരു ദൈവവേദന ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് പകരമായി നിന്നുകൊണ്ട് ജനത്തോട് ഇടപെടുകയാണ്. ഞാനതിൻ്റെ ആഴം മനസ്സിലാക്കിയപ്പോൾ ഞാൻ തകർന്നുപോയി. വേറൊന്നും കൊണ്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിന് ആക്ഷരികമായിട്ട് ഇവിടെ ഭൂമിയിൽ വന്ന് തൻ്റെ വചനം പറയാൻ പറ്റില്ല. അവൻ പറഞ്ഞു, തൻ്റെ വേലക്കാരും നാളുകളായി വചനം പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ രക്ഷയ്ക്ക് ഇതൊക്കെ മതി, ശരിയായിട്ട് പറഞ്ഞാൽ. പക്ഷേ ജനത്തിന് എന്നും വേണ്ടത് ഒരു ലൈവാണ്, ഒരു വ്യക്തിയിൽ കൂടെ വരുന്ന വചനമാണ് അവർക്ക് താല്പര്യം. കണ്ണുകൊണ്ട് കാണാത്തൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ വചനമുണ്ട്. പക്ഷേ അവർക്കത് ഇമ്പ്രസീവ് ആകുന്നില്ല, അവർക്കത് അങ്ങോട്ട് ഹൃദയത്തിൽ തട്ടുന്നില്ല. അവർക്ക് കാണുന്ന ഒരാൾ വേണം, കൊള്ളാം, തെറ്റില്ല. പക്ഷേ ആ വ്യക്തി ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം. ഒരിക്കലും സ്വയത്തെ കാണിച്ചു കൊടുത്ത് ഇങ്ങോട്ട് ജനത്തിലെ ആകർഷിക്കരുത്. എന്തെങ്കിലും കാര്യം കൊണ്ട് ജനം തങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അവർ അടുത്തേക്ക് വരുന്നവരെ ക്രിസ്തുവിലേക്ക് നയിക്കണം. അപ്പോൾ വചനശുശ്രൂഷ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നതെങ്കിലും ആത്മാവിലത് പറയണം. ദൈവത്തിന് തേജസ്സോടെ ഇറങ്ങി നിന്നുകൊണ്ട് വചനം പറയാൻ ഈ നാവ് വിശുദ്ധമായിരിക്കണം, ചിന്തകൾ വിശുദ്ധമായിരിക്കണം, വികാരങ്ങൾ വിശുദ്ധമായിരിക്കണം, ആഗ്രഹങ്ങൾ വിശുദ്ധമായിരിക്കണം, ലാക്ക് വിശുദ്ധമായിരിക്കണം, ലക്ഷ്യം വിശുദ്ധമായിരിക്കണം. ഒരേ ഒരൊറ്റ ലക്ഷ്യം, എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. വേറെ ഏതെങ്കിലും ലക്ഷ്യം വന്നാൽ ആ ലക്ഷ്യം വലുതായി നമ്മുടെ കാതലായ ലക്ഷ്യത്തെ തകർത്ത് കളയും. ചെറുകുറുക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല വേലിയൊക്കെ ഉണ്ട്, മനോഹരമായ മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേലിയുണ്ട്. ഒരു ചെറിയ പഴുത് ഒരു കുറുക്കം കയറാനുള്ള ഒരു മതി. ആ വേലി കൊണ്ടതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, മുന്തിരിത്തോട്ടം മുഴുവൻ നശിപ്പിക്കും. എപ്പോഴാണ് ഏത് വഴിയാണ് വരുന്നതെന്നുള്ളത് അറിയത്തില്ല. അതിന് ഇത് എളുപ്പമാർഗേ ഉള്ളൂ. ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ള എല്ലാം കൂട്ടേക്കുക, പിന്നെ അവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിശാചിന് അവകാശമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് തന്നെത്താൻ ദൈവസേനയിൽ നിന്ന് കാണുന്ന ഏത് മനുഷ്യർക്ക് മനസ്സിലാവും. അല്ല, ഈ ഭൂമിയിലെ ജീവിതം ഞാൻ പലപ്പോഴും ചിന്തിക്കുക, എന്തിനാ എനിക്ക് ദൈവം ഭാര്യയെ തന്നത്, മക്കളെ തന്നത് എന്തിനാ? എനിക്കൊരു ഉത്തരവുണ്ട്. ഭാര്യയെ തന്നതിൽ കൂടെ എൻ്റെ ജീവിതത്തിലെ പിശാച് അവകാശം പറയുന്ന കാര്യങ്ങളൊക്കെ വെളി വരും ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ. മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരിൽ കാണുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എൻ്റേതിൽ നിന്നാണല്ലോ അവർക്ക് കിട്ടിയെന്നുള്ള ബോധ്യം വരും. താഴും. വേണ്ടവർക്ക് താഴാം, വേണ്ടവർക്ക് അനുദപിക്കാം, വേണ്ടവർക്ക് സ്വന്തം ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യും, മക്കളുടെ കാര്യം രക്ഷപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ അധികം പേരൊന്നും അങ്ങനെയൊന്നും മെനക്കെടുന്നില്ല. ശുദ്ധീകരണം മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. എൻ്റെ ദൈവം എനിക്ക് തന്ന ആയുസ്, ആരോഗ്യം, എനിക്ക് തന്ന ജോലി, വീട്, എനിക്ക് തന്ന വാഹനങ്ങൾ, ഭൗതികമായി എനിക്ക് തന്നത് മുഴുവനും എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ് ദൈവം തന്നത്. എൻ്റെ വീടിൻ്റെ ഇവിടെ ഒരു മരം വെട്ടാൻ ഒരാൾ വന്നു. ഞാൻ അന്വേഷിച്ചൊന്നുമല്ല. അയാൾ ഇങ്ങോട്ട് കയറി വന്ന് മരം വെട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങോട്ട് വന്നപ്പം സമ്മതിച്ചു, മരം വെട്ടാൻ പറഞ്ഞു. ഒരു മരം കാണിച്ചു കൊടുത്തു, ചിലതൊക്കെ വെട്ടി. ഈ മരം കാണിച്ചപ്പോൾ ഇയാളുടെ കയറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ച് അയാളെ കയറൊക്കെ കെട്ടി ആ മരം എൻ്റെ കമ്പ് വെട്ടി താക്കുമ്പോൾ എൻ്റെ മാവിനും ചെടികൾക്കും ഒന്നും കുഴപ്പം വരാത്ത രീതിയിൽ ചെയ്യും. ഞാൻ അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കയറൊന്നും കെട്ടാതെ വീട്ടിൽ താവട്ടം. ഒരു മാവ് പൂർണ്ണമായിട്ടും പോയി.
കുറേ ചെടികളും പോയി, ചട്ടിയും പോയി. വേറെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ ചിന്തിച്ചു, എൻ്റെ ഹൃദയത്തിൽ എവിടെ വ്രണം വന്നോ? അയാളോട് എനിക്ക് കയ്പ് വന്നോ? എനിക്ക് ഭാരം വന്നോ? സമർപ്പണമുള്ളവനതൊന്നും വരില്ല. എൻ്റെ സമർപ്പണത്തിൻ്റെ ആഴം എത്ര ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് വാളിച്ചൊന്നും പറ്റിയില്ല. ആ മനുഷ്യനോടൊന്നും വന്നില്ല. ആ മനുഷ്യൻ ചോദിച്ച പൈസയൊക്കെ കൂടുതൽ കൊടുത്തേൻ. അയാൾ ആ പൈസ കൊണ്ട് എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കി. അയാൾ വിചാരിച്ചു ഞാൻ പൈസ കുറവേ കൊടുക്കുകയുള്ളൂ. ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുത്തു. എന്തിനാ? എനിക്ക് അയാളോട് പരിഭവമില്ല. ഇത് എൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. അത് സംഭവിച്ചതിനകത്ത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലും ദൈവം അത് മനസ്സിലാക്കി തരൂ. അതാരുടെയാണ്? എനിക്ക് നഷ്ടം വന്നത് ആരുടെയാണ്? എൻ്റേതാണോ ദൈവത്തിൻ്റെതാണോ? ദൈവത്തിൻ്റെയാണ്. ഞാൻ ഇത്ര പാടുകൊണ്ട് എന്താ? അല്പകാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ സാധനമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് കടന്നു പോകും. അപ്പോൾ ഇതൊക്കെ ആരുടെയാവും? ഓരോ സംഭവത്തിൽ കൂടെയും എനിക്ക് നഷ്ടം വന്നു. നഷ്ടം വരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ യാതൊരു മാറ്റവും ഇല്ലാണ്ടിരിക്കുമോ? ആളോട് കയ്പില്ലാതിരിക്കുമോ? ഞാൻ കാണിച്ച അവിവേകം തന്നെയാണ്. പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? എൻ്റെ ഹൃദയത്തിൽ അല്പം പോലും പ്രയാസമില്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇതിനാണ് ഈ ഭൂമിയിലെ ജീവിതം. ഞാൻ മാവ് നട്ടു വളർത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചില്ല എനിക്കത് ശുദ്ധീകരണത്തിന് കാരണമായി തീരുമെന്ന്. എത്ര കൃത്യമായിട്ട് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. നിനക്ക് വല്ല പ്രയാസമുണ്ടോ? നഷ്ടം വന്നു, ശരി. നഷ്ടം ആരുടേതാണ്? എൻ്റെതല്ല, എൻ്റെ ദൈവത്തിൻ്റെതാണ്. പിന്നെ ഞാൻ എന്തിനാ പ്രയാസപ്പെടണേ? ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയല്ല. ആ സമയത്ത് വന്ന അനുഭവം എന്താണ്? ഞാനൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈയിടെ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മെ തന്നെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം ജീവിക്കുന്നു. എൻ്റെ ഹൃദയത്തെ മാറ്റുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും അതാണ്. ഏകനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, നീ എന്നോട് ഇത്ര വലിയ കരുണ കാണിച്ചല്ലോ. ഞാൻ ഇവിടെ കിടക്കേണ്ടവനാണ്. നീ ഈ ഭൂമി കാണേണ്ടവനല്ല. എങ്കിലും നീ എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. ഈ വിലപ്പെട്ട നിധി അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നല്ലോ കർത്താവേ. എൻ്റെ കോടാനുകോടി പാപങ്ങൾ ക്ഷമിച്ചു തന്ന് നിത്യജീവൻ്റെ അവകാശം തരാൻ ഞാൻ ആര്? എൻ്റെ പാരമ്പര്യം എന്ത്? എൻ്റെ കുടുംബം എന്ത്? എൻ്റെ യൗവനകാലം എന്ത്? ഈ വഴികളിൽ കൂടെയൊക്കെ എന്നെ നടത്തുന്ന നല്ല ദൈവമേ, നിനക്ക് സ്തോത്രം. ഒരു സ്വർഗമുണ്ട് പ്രിയരെ, ഒരു യേശുക്രിസ്തു ഉണ്ട്, ഒരു ആത്മാവുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സത്യമായി പറയണത്. ഇവിടെ പരിസരത്ത് എന്തെല്ലാം നടന്നാലും ശരി, എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥ നഷ്ടപ്പെടുകയില്ല. അത് പണ്ട് എൻ്റെ ദൈവനോട് പറഞ്ഞൂടെ, നീ ഭാരപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. മണ്ണെ പ്രതി മാണിക്യം കളയരുന്ന് നമ്മൾ പാട്ടുപാടും. ശരിയാണോ? അതെ. എത്ര കൊച്ചത്തിൽ നമ്മൾ കൈയടിച്ചൊക്കെ പാട്ടുപാടും. പക്ഷെ ഒരു നിസാര പ്രശ്നം വരട്ടെ, നിന്നെ തനി സ്വഭാവം വെളി വരും. ഇതല്ലേ നമ്മുടെ ആത്മീയം? ഓരോ സന്ദർഭം വരുമ്പോഴും എൻ്റെ ആത്മീയത്തിൻ്റെ മാറ്റം നമ്മൾ കണക്കൂട്ടി നോക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ പുസ്തകം, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. അതാണ് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അനേകർ കാണുമായിരിക്കാം. പക്ഷെ അതിന് ആത്മാർത്ഥതയുണ്ടോ? ആരും കണ്ടിട്ടില്ലാത്ത ദൈവം, അദർശനായ ദൈവത്തെ കാണാൻ നമുക്ക് പറ്റുമോ? ഇവിടെ പറയുന്നു നേരുള്ളവർ. സങ്കീർത്തനത്തിൽ 11:7 പറയുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. അതെന്നെ ചിന്തിപ്പിച്ചു. അത് സത്യമല്ലേ? അപ്പം ഭൂമിയിൽ നേരോടെ ജീവിക്കുന്നവർക്ക്, കളങ്കമില്ലാതെ ജീവിക്കുന്നവർക്ക്, ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കുന്നവർക്ക്, ദൈവം ലക്ഷ്യമായിട്ടുള്ളവർക്ക്, നിത്യജീവൻ മാത്രം ലക്ഷ്യമായിട്ടുള്ളവർക്ക്, നിത്യജീവന് വേണ്ടി എല്ലാം വലിച്ചെറിയാൻ തയ്യാറായിട്ടുള്ളവർക്ക് അവർക്ക് ദൈവത്തെ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അവിടെ ദൈവത്തെ കാണുന്നവരാരാ? ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ വലുതായിട്ട് ഒരു കാര്യമില്ല. ഹൃദയം വിശുദ്ധമാണെങ്കിൽ ആ വിശുദ്ധമുള്ള ഹൃദയത്തിൽ ദൈവം നമ്പുരാൻ കാണും. ആ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ദൈവത്തെ നമുക്ക് ആത്മാവിൻ്റെ കണ്ണു തുറന്ന് കാണാൻ പറ്റും. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. എൻ്റെ ത്വക്ക് എങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഈ ദേഹത്തോടുകൂടി, ഈ ദേഹത്തിൽ ഇരിക്കുന്ന കാലത്ത് ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞത്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഈ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ദേഹരഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും.
നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ കാണുന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ് ഭൂമി ജീവിക്കുന്ന കാലം. പഴയ നിയമവിശ്വാസികൾക്ക് അത് വേണ്ട രീതിയിൽ മനസ്സിലായില്ലെങ്കിലും പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആത്മകണ്ണ് തുറന്ന് ആത്മാവാകുന്ന ദൈവത്തെ കാണാൻ പറ്റും. എത്ര പേര് ഈ സത്യം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വില കൊടുക്കുന്നുണ്ട്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം വിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടാൽ, നമ്മൾ പാട്ടുണ്ട്, എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം. ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം കൈയടിച്ച് വാദ്യമേളങ്ങളോട് നമ്മൾ പാടും, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇത് സത്യമാണോ? അത് ആ വാക്ക് പറഞ്ഞ ദൈവസനയിലല്ലേ നമ്മൾ പറയുന്നത്? എൻ്റെ ദൈവത്തെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ല, വേറെ ഒരു ലക്ഷ്യവും ഇല്ലേ? നമ്മളെ തന്നെ ചതിക്കുന്ന എന്തിനാണ്? ഞാൻ ആ പാട്ട് പാടുമ്പോൾ ഞാൻ പാടില്ല, കാരണം എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. ആ ലക്ഷ്യം എനിക്ക് വരണം. നേരത്തെ ഉള്ള കാര്യമാണ് പറയണത്. ഇപ്പോഴും തന്നെയാണ്. ഇപ്പോഴും പൗലോസ് പറഞ്ഞു, ആത്മാവിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ണിന് മുന്നിൽ വരച്ച് കെട്ടി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത് ആർക്കും കിട്ടുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ വീണ്ടെടുപ്പ് ലഭിക്കുമ്പോൾ അവന് ജീവനുള്ള ക്രിസ്തുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കും. പക്ഷേ അവനതിന് വില കൊടുക്കില്ല. അതുകൊണ്ട് എന്തു പറ്റും? പിന്മാറിപ്പന്നാൽ ഈ കാഴ്ചപ്പാടങ്ങ് നഷ്ടപ്പെട്ടു. ക്രിസ്തു കണ്ണിൻ്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കും. നമ്മുടെ ലോകത്തിൽ എന്തെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആകർഷണമായ കണ്ണിൻ്റെ മുമ്പിൽ വന്നാലും അതിൻ്റെ മുമ്പിൽ ക്രിസ്തു നിൽക്കും. ഞാൻ അനുഭവിക്കുന്ന സത്യമായി പറയുന്നത്. ഈ ലോകത്തിൽ ആകർഷണമായ പലതുണ്ട്, കണ്ണിനിമ്പകരമായ പലതുണ്ട്, കാമ്യമായ പലതുണ്ട്, പ്രാപിക്കാൻ ആഗ്രഹമുള്ള പലതുമുണ്ട്, കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന പലതുമുണ്ട്. പക്ഷേ ആ ആകർഷണം അതിലേക്ക് പോകാതെ വണ്ണം യേശുക്രിസ്തു ഇടയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കും. ആ തേജോമയമായ മുഖം, ആ പ്രകാശപൂരിതമായ മുഖം, അത് കണ്ണിന് മുന്നിൽ വന്നാൽ പിന്നെ ബാക്കിയെല്ലാം ഫെയ്ഡ് ചെയ്തു പോകും. ഈ അനുഭവം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സങ്കീർത്തനം 140:13 നമുക്ക് നോക്കിയാൽ അവിടെയും കാണാം, അതേ, നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും. ദൈവത്തിന് സ്തോത്രം, നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും. അതങ്ങ് കടന്നു ചെല്ലുമ്പോഴുള്ള കാര്യമാണെന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാനിതെല്ലാം ഇന്നത്തെ ഈ വേദപുസ്തകം മുഴുവനും ഇന്നത്തെ കാലത്ത് ഭൂമി ജീവിക്കുന്ന കാലത്ത് ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. കടന്നു ചെല്ലുമ്പോഴുള്ള കാര്യം എന്തു ആയിക്കോട്ടെ, അത് നമ്മളോരുത്തരുടെ ചിന്തയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതല്ല വിഷയം. അവിടെ ചെല്ലണമെങ്കിൽ പോലും ഇവിടെ അത് വേണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കല്യാണ ദിവസമാണോ ചെറുക്കനെ കാണുന്നത്? അവിടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമില്ല, ഞാൻ കണ്ട കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന് കാണാൻ അവിടെ ഉള്ളിൽ ആഗ്രഹമില്ല. തെറ്റാണോ? ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ അറിയണം എൻ്റെ മണവാളൻ ആരാണ്. ഈ വേദപുസ്തകം പറയുന്ന പോലെയുള്ള എല്ലാ ഗുണങ്ങളും അവനുണ്ടോ? അവന് വേണ്ടി എല്ലാം ഞാൻ വേർതിരിച്ചുവോ? അവനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ടോ? നമുക്കറിയാൻ പാടില്ല. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെങ്കിൽ, വിവാഹത്തിന് മുമ്പ് സ്നേഹിക്കുകയാണെങ്കിൽ, ആ പയ്യൻ്റെ കണ്ണിന് മുമ്പിൽ മുഴുവൻ ഈ പെൺകുട്ടിയല്ലേ? വിഗ്രഹം പോലെ മുന്നിൽ നിൽക്കുകയല്ലേ? ദൈവത്തെ പോലെ നിൽക്കുകയല്ലേ? അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് പ്രേമിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. വേദപുസ്തകത്തിൽ വചനമുണ്ട്, കാമുകിയായവളോ ചത്തവൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവൾ. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സന്തോഷവും എല്ലാം മനുഷ്യരിലേക്ക് പോകുന്നു. അത് വിഗ്രഹമായിട്ട് മാറും. നമുക്ക് തെറ്റുപറ്റാത്ത ഒരേ ഒരു കാള് ക്രിസ്തുവാണ്, വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ വരണം, അവൻ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരണം. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ കറ പറ്റാത്ത ജീവിതം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. അല്ല, വിദേശത്തേക്ക് പോയിക്കോളൂ, കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും ജീവിച്ചോളൂ, കുഴപ്പമില്ല. അവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കാണും. നിന്റെ ഹൃദയത്തിൽ നിനക്ക് ക്രിസ്തുവിനോട് കടപ്പാടുണ്ടെങ്കിൽ, നന്ദിയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, നീ ഭൂലോകത്ത് എവിടെ പോയി ജീവിച്ചാലും ശരി, നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണിന് മുമ്പിൽ അവനെ കാണും. പിന്നെ സാഹചര്യം കൊണ്ട് നീ കുഴപ്പത്തിലേക്കാവുകയില്ലെന്നുള്ളത് നീ നോക്കേണ്ട കാര്യം. നിനക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തെ കാണാൻ സാധിക്കില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ ജഡത്തെ ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് ദൈവത്തെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിലപ്പെട്ട നിധി. നമ്മുടെ ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെ വേളി കഴിക്കാൻ വരുന്ന എൻ്റെ മണവാളൻ ജീവിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് തന്നെ ബോധ്യം വരണ്ടേ? അവൻ്റെ സ്നേഹം എന്താണ് ഞാൻ അനുഭവിക്കണ്ടേ? അവൻ്റെ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ,
2 രാജാക്കന്മാരെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തിൽ ഏലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. അതുവരെ ബാല്യക്കാരൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ആരാം രാജാവ് തൻ്റെ സൈന്യത്തെ അയച്ച് ഏലീശയെ പിടിക്കാൻ വന്നപ്പോൾ ബാല്യക്കാരൻ കണ്ടപ്പോൾ അരാം രാജാവിൻ്റെ സൈന്യത്തെയാണ് മുഴുവൻ കണ്ടത്. പേടിച്ച് ചെന്ന് ഏലീശയുടെ വിവരം പറഞ്ഞു. നമ്മുടെ ചുറ്റും അരാം രാജാവിൻ്റെ സൈന്യം നിരന്നിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഒരു കൂസലുമില്ലാതെ, ഒരു ഭയവും വെപ്രാളമില്ലാതെ പ്രവാചകനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്, നിൻ്റെ കണ്ണ് ഞാൻ തുറന്നു തരാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണ് തുറന്നു തരാം. അതിനേക്കാൾ എത്രയോ വലിയ തീയുടെ സൈന്യം നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പ്രവാചകൻ പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു. അവൻ കണ്ടു അഗ്നി അശ്വങ്ങൾ, അഗ്നി മല മുഴുവനും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതൊരു പഴയത്തിലെ ഒരു ചെറിയ ഒരു ആത്മകണ്ണ് തുറന്നു കൊടുക്കുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തുറന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മകണ്ണ് തുറന്നു കിട്ടുക എന്ന് പറയുന്നത് വലിയ വില കൊടുത്തേ പറ്റുള്ളൂ. കാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യവുമല്ല. കാരണം എല്ലാം വിട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് അത്. എല്ലാം വലിച്ചെറിഞ്ഞവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് സ്വർഗത്തിൻ്റെ വിലതീരാത്ത നിക്ഷേപമായ ക്രിസ്തു എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിച്ച കാലത്ത് പണത്തിന് വേണ്ടി ഓടി നടന്നു, കുടുംബത്തിന് വേണ്ടി ഓടി നടന്നു, മക്കൾക്ക് വേണ്ടി ഓടി നടന്നു, പുരയിടങ്ങൾ നേടാൻ വേണ്ടി ഓടി നടന്നു. പക്ഷേ ഈ വിലപ്പെട്ട നിധി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് മറഞ്ഞു കിടക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി എന്ന് പറയുന്നത്. അതൊരു മനുഷ്യൻ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതാണ് ദൈവം അവന് കൊടുക്കുന്ന പ്രിവിലേജ്. അനേകർ ലോകത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ, സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, ഒരു മനുഷ്യനെ നിധി ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, അവൻ കണ്ടിട്ടില്ല, നിധി കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം മാനിച്ചു പറഞ്ഞു, മോനെ നീ ആ വയൽ വാങ്ങിക്കേ, നിനക്ക് ആ നിധി കിട്ടും. വാങ്ങിക്കുമ്പോഴും അവന് കിട്ടിയിട്ടില്ല, പക്ഷെ ദൈവം കാണിച്ചു കൊടുത്തു. ഇന്നും അത്യാവശ്യക്കാരുടെ മുമ്പിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആവശ്യക്കാരുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ കണ്ണു തുറന്നു കൊടുക്കുന്ന ദൈവമുണ്ട്. ബർത്തിമായി പറഞ്ഞു, ആ യേശു വരുന്ന കണ്ടപ്പോൾ ബർത്തിമായി ഓടിയും ദാവീദുപുത്ര എന്നോട് മനസ്സിലെന്ന് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. യേശു നിന്നു, ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം? എൻ്റെ കണ്ണു തുറന്നു തരണം. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും ബർത്തിമായുടെ കണ്ണിൻ്റെ മുമ്പിൽ അവന് വേണ്ടത് കണ്ണിൻ്റെ കാഴ്ചയാണ്. അത് എന്തിനാ? ഇവനെ കാണാൻ, ഈ നസ്രായനെ കാണുവാൻ. അതിൻ്റെ ഫലം എന്താണ്? അവന് സൗഖ്യം കിട്ടിയപ്പോൾ എല്ലാം വലിച്ചെറിഞ്ഞ് അവൻ യേശുവിൻ്റെ പിന്നാലെ പോയി. മാനസാന്തരപ്പെട്ട് എത്ര പേർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? മാനസാന്തരപ്പെട്ട് എത്ര പേർക്ക് കടുത്ത തീരുമാനമുണ്ട്? മാനസാന്തരപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞ പ്രാഗൽഭ്യമുള്ള എത്ര പേരുണ്ട്? യേശുവിനെ പ്രതി, നസ്രായനെ പ്രതി, എനിക്ക് വേണ്ടി മരിച്ചവനെ പ്രതി, എൻ്റെ പാപം മാറ്റിയവനെ പ്രതി, എന്നെ സ്നേഹിക്കുന്നവനെ പ്രതി, എന്നെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞവനെ പ്രതി, എൻ്റെ അരുമ മണവാളനെ പ്രതി, അവനിഷ്ടമില്ലാത്തതെല്ലാം ഞാൻ മാറ്റും. അതെൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവുമാണ്. എത്ര പേരുണ്ട്? അവരാണ് സാക്ഷ്യം പറയേണ്ടത്. അവരാണ് ഈ ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടത്. ഈ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ട് എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് അവരാണ് പറയേണ്ടത്. അവരാണ് വചനം പറയേണ്ടത്. അവരാണ് പാട്ട് പാടേണ്ടത്. അവരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ലേവ്യരെ ഒരു ഗോത്രത്തെ മുഴുവൻ ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ഒരു ഗോത്രം മുഴുവനും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അവർക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളില്ല, ജോലിയുമില്ല. അവരുടെ ജോലി ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. അവരുടെ വരുമാനം ദൈവം നോക്കണം. ബാക്കി 11 ഗോത്രം അവരുടെ കാര്യം നോക്കണം. അത് പഴയ നിയമത്തിലെ കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മളെ നോക്കിയില്ലേ? എൻ്റെ കാര്യം നോക്കാൻ ഒരു ദൈവമില്ലേ? എനിക്ക് എത്ര വരുമാനം വേണം? എൻ്റെ മക്കൾ എവിടെ പഠിക്കണം? എൻ്റെ മക്കളുടെ വിവാഹം എങ്ങനെ നടക്കണം? എൻ്റെ ജോലി എങ്ങനെയായിരിക്കണം? എനിക്കൊരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ്? എൻ്റെ വീട് എപ്പോൾ എനിക്ക് പണിയണം? എനിക്കൊരു കാറ് വേണമെങ്കിൽ അത് ഏത് കാറ് വേണം? എങ്ങനെ കാറ് വേണം? ഇതെല്ലാം നടത്താൻ ഒരു ദൈവമില്ലേ പ്രിയരെ? ഈ ദൈവത്തെ തിരിച്ചറിയാതെയല്ലേ നമ്മൾ പിശാചിൻ്റെ അടിമനൂഹത്തിലേക്ക് പോകുന്നത്? നമ്മുടെ കണ്ണ് അന്ധമായി പോകുന്നതിൻ്റെ രഹസ്യം അതല്ലേ? വെട്ടിത്തിളങ്ങുന്ന ഒരു ഉദയനക്ഷത്രമുണ്ട്. അത് കാണാൻ ഇന്ന് ആർക്കും സാധിക്കുന്നില്ലല്ലോ. ആത്മകണ്ണ് തുറന്ന് കെട്ടുക എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും വേണമെങ്കിൽ എടുത്തേ പറ്റുള്ളൂ. എല്ലാം ചപ്പന്നും ചവറെന്നും കാണാൻ അപ്പോഴാണ് മനുഷ്യഭാഗ്യം വരുന്നത്.
എൻ്റെ ദൈവം ദുഃഖിക്കുന്ന അനേക കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് കാണാൻ ദൈവം അപ്പോൾ കണ്ണ് തുറന്നു വരും. കണ്ണ് തുറന്നു വരുമ്പോൾ അതെല്ലാം വിടാൻ നീ തയ്യാറാണോ? ദൈവം നോക്കുന്നത് മാത്രമാണ്. അനേകർ ദൈവത്തെ വിളിക്കുന്നവരുണ്ട്, ദൈവസന്നിധിയിലേക്ക് വരുന്നവരുണ്ട്, തീരുമാനം പറയുന്നവരുണ്ട്. പക്ഷെ അവർ കാത്തിരിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ കുറവ് എവിടെയാണ്? ഞാൻ വേറെ ദിവസം വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവെ, എനിക്ക് കാണിച്ചു തരണമേ. തീർച്ചയായിട്ടും ദൈവം കാണിച്ചു തരും. ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും ഞാൻ അത് വിട്ടുകൊള്ളാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് കാണിച്ചു തരിക എന്നുള്ളത്. പക്ഷേ ഇന്ന് അനേകർ അങ്ങനെ കാത്തിരിക്കുന്നില്ല. അങ്ങനെ കാത്തിരുന്നാൽ പോലും അത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ മിഷൻ അവിടെ തോറ്റു. ഈ വിലപ്പെട്ട നിധി സ്വന്തമാക്കാൻ ആരും തയ്യാറില്ല. സങ്കീർത്തനം 27:8 പറയും, നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിപ്പീൻ. 105:4 പറയും, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഇടപെടാതെ. ഫിലിപ്പിയർ ലേഖനത്തിലും പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റണം പ്രിയരെ. അതാണ് നമ്മുടെ ലക്ഷ്യം ശരിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും, ഇടയ്ക്കുള്ള സമയത്ത് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതല്ല, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്നു ചോദിച്ചാൽ, ഈ ഇടതടവില്ലാതെ എൻ്റെ കാര്യമായ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനായിരിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ കോപം മാറിയിട്ടില്ലല്ലോ, എനിക്ക് കോപം മാറ്റി തന്നേ പറ്റുള്ളൂ. ഇത് ഒരു ദിവസം പോലും ഇനി മുന്നോട്ട് പോകരുത്. ഇനി ഈ കാര്യം പറഞ്ഞു, ഞാൻ നിൻ്റെ സന്നിധി എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ ഇടവരുത്. അങ്ങനെ ഓരോ വിഷയം ദൈവസന്നിധി കൊടുത്തേ പറ്റും. ഞാൻ അറിയണം എൻ്റെ കുറവ് എവിടെയാണ്. ഞാൻ അറിയണം ശത്രു എന്നിൽ അവകാശം പറയുന്നത് ഏതെല്ലാം കാര്യത്തിലാണ്. അവിടെ കർത്താവ് കത്തിവെക്കും. യെശയ്യാ 26:9 എൻ്റെ ഉള്ളം കൊണ്ട് രാത്രിയിൽ ഞാൻ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അങ്ങനെയുള്ള ജാഗ്രതക്കുറവൊക്കെ ഇന്നുണ്ടോ നമ്മുടെ കൂട്ടായ്മയിൽ? ഒരു കാത്തിരിപ്പുണ്ടോ നമ്മുടെ കൂട്ടായ്മയിൽ? അത് കൂട്ടായ്മയായിട്ട് കാത്തിരിപ്പ് വേണമെന്നല്ല, തന്നെത്താൻ കാത്തിരിപ്പ്, ദൈവാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, പാപം വിടാനുള്ള കാത്തിരിപ്പ്, മടുത്തു പോകാത്തൊരു കാത്തിരിപ്പ്, ദൈവം ഇറങ്ങി വരുന്നവരെയുള്ള കാത്തിരിപ്പ്, ആത്മാവിൽ നിറയുന്നവരെയുള്ള കാത്തിരിപ്പ്, ആത്മാവിൽ സ്തുതിക്കുന്നവരെയുള്ള കാത്തിരിപ്പ്. അല്ല, അത് കഴിഞ്ഞാലും പിന്നെയും കണ്ടിന്യൂയും, പിന്നെ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ദൈവത്തോടു കൂടി അങ്ങ് പോവുകയാണ്. ദൈവത്തിൻ്റെ കാവലും കരുതലും സംരക്ഷണം ഉള്ളതുകൊണ്ട് പിന്നെ ശത്രു നമ്മളെ തൊടുകയില്ല. അവിടെ എത്തുന്നവരെയുള്ള ഒരു വലിയൊരു അധ്വാനമുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ലൂക്കോസ് 18:6 പറയുന്നത്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പോൾ അത്യാവശ്യക്കാർക്ക് ഇത് കിട്ടുകയുള്ളൂ. ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അത്യാവശ്യക്കാരാണോ? നിങ്ങൾ വളർന്നു വന്നത് എവിടെയുമായിക്കോട്ടെ, പാരമ്പര്യം എന്തുമായിക്കോട്ടെ, ശാപങ്ങൾ എത്രയോ ആയിക്കോട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി പാപം വന്നോട്ടെ, സാരമില്ലെന്ന് ഞാൻ പറയും. ഇതെല്ലാം അഴിക്കാൻ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് ഭാഗ്യം തരും. അങ്ങനെയുള്ളവരെ ആയുസ് നീട്ടിക്കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യം വരും. ദീർഘായുസോണ് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ ഞാൻ നിനക്ക് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് ആർക്കാണ്? പാപം ചെയ്യുന്നവർക്ക് ദീർഘായുസ് കൊടുത്തിട്ട് ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? എന്നാൽ പാപത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധ ജീവൻ നയിക്കുന്നവർ ഈ ഭൂമി ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അത്യാവശ്യമാണ്. അവർക്കാണ് ദീർഘായുസ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചേ, ഇങ്ങനൊരു കാത്തിരിപ്പുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു ദാഹമുണ്ടോ? വരണ്ട നിലം പോലെ എൻ്റെ നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഉണ്ടോ പ്രിയരെ? ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അത് നമ്മുടെ കൂട്ടായ്മയിൽ വരട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തരും വരട്ടെ. നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾക്കത് നല്ലൊരു വർഷം, ഈ 26 നല്ലൊരു വർഷം നമുക്ക് കിട്ടും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു നല്ല കാലമായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.